ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ ആർക്ക് കഴിയുമെന്നറിയാമോ? ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നല്ല ഒരു പങ്ക് വഹിക്കാൻ സ്വന്തം മാതാപിതാക്കൾക്ക് കഴിയുമെന്നാണ്. ഒരു കുട്ടിയുടെ പ്രഥമ വിദ്യാലയം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒരു കുട്ടിയുടെ പ്രഥമ വിദ്യാലയം എന്ന് പറഞ്ഞാൽ അത് കുട്ടിയുടെ സ്വന്തം ഭവനമാണ്. അതുപോലെ കുട്ടിയുടെ പ്രഥമ അതായത് ആദ്യത്തെ അധ്യാപകർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരൊക്കെയാണ്? അത് കുട്ടിയുടെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ പേരൻസാണ്. അതുപോലെ ഒരു കുട്ടി നന്മയുടെ ബാലപാഠം പഠിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സ്വന്തം ഭവനത്തിൽ നിന്നുമാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, ഒരു കുട്ടി നന്മയുടെ ബാലപാഠം പഠിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സ്വന്തം ഭവനങ്ങളിൽ നിന്നുമാണ്. മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകണം, നല്ല ഉപദേശങ്ങൾ. മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. കുട്ടികളെ സ്നേഹത്തോടെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ പിഞ്ചു മനസ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുണ്ട്. സ്നേഹത്തോടെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്നേഹത്തോടെ കുട്ടികളെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് അനുസരിക്കുമെന്നാണ് കേട്ടോ. അവരെ തെറ്റിലേക്ക് പോകാതെ നന്മയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആർക്കാണ്? മാതാപിതാക്കൾക്കാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. അതെങ്ങനെ നൽകണം? വെറുതെ കുട്ടിയെ വിളിച്ചിരുത്തി ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്നേഹത്തോടെ കുട്ടിയെ ഉപദേശിച്ചു കഴിഞ്ഞാൽ കുട്ടി പിന്നെ ഒരിക്കലും തെറ്റിലേക്ക് പോകില്ലെന്നാണ്. 95% കുട്ടി പിന്നീട് ആ തെറ്റ് ആവർത്തിക്കില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ കുട്ടിയോട് സ്നേഹത്തോടെ കുട്ടിയെ ഉപദേശിക്കണം. അതിനുള്ളൊരു ക്ഷമ ആര് കാണിക്കണം? മാതാപിതാക്കൾ കാണിക്കണം. സ്നേഹത്തോടെ കുട്ടിയെ ഉപദേശിക്കണം കേട്ടോ. കുട്ടികളെ മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. പക്ഷേ സ്നേഹത്തോടെ കുട്ടിയെ ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ സ്വഭാവത്തിൽ അത് വളരെ വലിയൊരു മാറ്റം തന്നെ വരുത്തുമെന്നാണ്. കുട്ടിക്ക് മാതാപിതാക്കളോട് തോന്നേണ്ടത് എന്തായിരിക്കണം? സ്നേഹവും ബഹുമാനവുമായിരിക്കണം. എന്താവരുത്? കുട്ടിക്ക് മാതാപിതാക്കളോട് തോന്നേണ്ടത് ഒരിക്കലും ഭയമാവരുത്. ഒരിക്കലും മാതാപിതാക്കളോട് കുട്ടികൾക്ക് ഭയം ജനിക്കുവാൻ പാടില്ല. അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകണം കേട്ടോ. അതുപോലെ തന്നെ മാതാപിതാക്കൾ നന്നായിട്ട് തല്ലുന്ന മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യും? വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളോട് ശത്രുത ഉണ്ടാവാൻ കാരണമായി തീരും. അവരെന്ത് ചെയ്യും? ആ പിന്നീട് പല തെറ്റുകളിൽ പോയി വീഴുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും? സത്യം പറയാനുള്ള പ്രവണത കുട്ടികളിൽ നഷ്ടമാകുമെന്നാണ്. കാരണം മാതാപിതാക്കൾ നല്ല രീതിയിൽ തല്ലുന്നവരാണെങ്കിൽ അവരോട് സത്യം പറയാൻ ആരും മടിക്കും, കുട്ടി മടി കാണിക്കും കേട്ടോ. മറിച്ച് സ്നേഹപരമായിട്ട് ഇടപെടുന്ന മാതാപിതാക്കളാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? ആ സത്യങ്ങളൊക്കെ മാതാപിതാക്കളോട് തുറന്നു പറയുകയും മാതാപിതാക്കൾക്ക് കുട്ടിയെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കാനും കഴിയുകയും ചെയ്യും കേട്ടോ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കുട്ടിയെന്ന് പറഞ്ഞാൽ കേട്ടോ, കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ ആർക്ക് കഴിയും? മാതാപിതാക്കൾക്ക് കഴിയും. അതുപോലെ തന്നെ ഒരു കുട്ടിയെ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ പ്രാപ്തരാക്കാൻ ആർക്കേ കഴിയൂ? ആ മാതാപിതാക്കൾക്കേ കഴിയും കേട്ടോ. അതിനുവേണ്ടി മാതാപിതാക്കൾ പ്രയത്നിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾക്ക് ക്ഷമയുണ്ടായിരിക്കണം കേട്ടോ. കുട്ടിയെ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ എന്തിക്കണം? പ്രാപ്തരാക്കി എടുക്കണം. അതുപോലെ കുട്ടിയെ കർമ്മശേഷിയുള്ളവനാക്കി മാറ്റണം കേട്ടോ. അത് ആണ് വളരെ വലിയൊരു കാര്യം. കുട്ടിയെ വളർത്തുന്നതോടൊപ്പം തന്നെ കുട്ടിയെ കർമ്മശേഷിയുള്ളവനാക്കി മാറ്റണം. ഒരു പേരൻസിനെ കുട്ടിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അതുപോലെ കുട്ടിക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക, കുട്ടിയുടെ മനസ്സിൽ നന്മ നിറയ്ക്കുക കേട്ടോ. നന്മ നിറയ്ക്കാൻ ഒരു പരിധിവരെ ആർക്ക് കഴിയും? മാതാപിതാക്കൾക്ക് കഴിയുമെന്നാണ്. പക്ഷേ മാതാപിതാക്കൾ പലപ്പോഴും പല മാതാപിതാക്കളുടെയും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പലരും അക്ഷമരാണ്, ദേഷ്യക്കാരാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിനെ കുട്ടിയെ തല്ലുന്നവരാണ് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടിയുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ വൈകൃതം ഉണ്ടായേക്കാം. അതുകൊണ്ട് അങ്ങനെ ആവരുത്.
വളരെ ക്ഷമയോടെ കുട്ടിയെ സ്നേഹത്തോടെ ഉപദേശിച്ചു കഴിഞ്ഞാൽ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരുപാട് നല്ലവനായി കുട്ടി വളരും കേട്ടോ. കുട്ടി ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾക്ക് ഇപ്പോൾ കുട്ടി കീഴടക്കിയിരിക്കും. പക്ഷേ കുട്ടിക്ക് നൽകേണ്ട എന്താണ്? ആ സ്നേഹം. മാതാപിതാക്കൾ നല്ല സ്നേഹം നൽകുക. അതുപോലെ തന്നെ അവരെയൊക്കെ നല്ല ഉപദേശങ്ങൾ നൽകുക. അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ നല്ല ഉപദേശങ്ങൾ നൽകുക. അവരെ നന്മയുള്ളവരാക്കി മാറ്റുക.